സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്നലെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇന്നലെ ശക്തിപ്പെടുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇത് ശക്തിപ്പെടാതെ നിലവിൽ അതേ പ്രദേശത്ത് തന്നെ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തമിഴ്നാട്, ശ്രീലങ്ക എന്നിവയുടെ തീരപ്രദേശങ്ങളിലേക്ക് നീങ്ങും. ഇതുമൂലം തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിലെ ചിലയിടങ്ങളിൽ ഇന്ന് സാമാന്യം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അടുത്ത ഏതാനും ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ 35 മുതൽ 45 കിലോമീറ്റർ വേഗതയിൽ ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലകളിലേക്ക് പോകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ 17നോ 18നോ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെടാൻ പോകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സാധാരണ കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. നാളെ മുതൽ 13 വരെ 4 ദിവസത്തേക്ക് തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിലും വടക്കൻ ജില്ലകളിലും ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും 1-2 സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫംഗൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിൽ കനത്ത മഴയുണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചിരുന്നു. ഈ വർഷത്തെ 4ാമത്തെയും തുലാവർഷ സീസണിലെ 2ാമത്തെയും ചുഴലിക്കാറ്റായിരുന്നു അത്. സാധാരണ ഡിസംബറിൽ മുഴുവൻ ലഭിക്കേണ്ട ശരാശരി മഴയേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് ഈ 2 ദിവസം മാത്രം ലഭിച്ചത്. ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചക്രവാത ചുഴി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനം കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും. ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും. ഭൂമി കറങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന കൊറിയോലിസ് ബലം കാരണമാണ് അർദ്ധഗോളങ്ങളിൽ വിപരീത ദിശയിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത്. ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത്. എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല. ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും. തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും. ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. അതുപോലെ എല്ലാ ചക്രവാത ചുഴിയും മഴ നൽകണമെന്നില്ല. കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തി, ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല, വ്യാപ്തി, മേഘം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യത. അതേസമയം ഉത്തരേന്ത്യ കൊടും ശൈത്യത്തിലേക്ക് നീങ്ങുകയാണ്. ദില്ലിയിലും ഇപ്പോൾ തണുപ്പ് രൂക്ഷമായിരിക്കുകയാണ്. രാവിലെ 6 മുതൽ 8 വരെ കനത്ത താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ശൈത്യതരംഗം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്നലെ 23.7 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ദില്ലിയിൽ രേഖപ്പെടുത്തിയത്. ഈ ശൈത്യകാലത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കുറഞ്ഞ 2ാമത്തെ താപനിലയായിരുന്നു ഇത്. അതേസമയം ഇന്നലെ ദില്ലിയിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലും വൈകുന്നേരങ്ങളിൽ ചെറിയ മഴയും പെയ്തിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.